ഓ മഴ ഇല്ല അല്ലേ എന്നു പറഞ്ഞ് മഹാനവറുകൾ ഉടുതുണി പൊക്കി അങ്ങ് മൂത്രമൊഴിച്ചു. ഇനി നിങ്ങൾ പോയിക്കോളൂ, മഴ ഉടൻ ഉണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. നമ്മുടെ സമസ്തക്കാർ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരുടെ കഥകൾ കേട്ടാൽ, അതുപോലെ അവരുടെ കറാമത്തുകൾ കേട്ടാൽ കുറച്ചൊന്നും ഈമാനൊന്നും പോരാ അത് ഉൾക്കൊള്ളാൻ. എന്ന് വെച്ചാൽ അവരുടെ കറാമത്തുകൾ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്, നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. കേട്ടാൽ ചിരിക്കുന്നതും കഥ വായിച്ചാൽ രസിച്ച് ആർമാദിക്കാനും കഴിയുന്ന ചില കഥകളും രസകരമായ ചില സംഭവങ്ങളുമാണ് ഇവർക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്താണ് വേങ്ങര കോയപ്പാപ്പയെക്കുറിച്ച് സമസ്തക്കാർക്ക് പറയാനുള്ളത്? ആ വേങ്ങര കോയപ്പാപ്പയുടെ കറാമത്ത് പറയുന്നതിൽ ഹൈലൈറ്റായി നിൽക്കുന്ന കറാമത്ത് എന്താണ് നമുക്ക് കേൾക്കാം. കടുത്ത വരൾച്ച, എവിടെയും വെള്ളത്തിന് ക്ഷാമം. വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു. അപ്പോൾ വേങ്ങര നിവാസികൾക്ക് മഴയില്ലാത്തത് വന്നപ്പോൾ വേങ്ങര കോയപ്പാപ്പയുടെ അടുത്തിലേക്ക് പോയി എന്നാണ് കഥ പറയുന്നത്. അങ്ങനെ വേങ്ങര കോയപ്പാപ്പൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു മുസ്ലിമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവാചകനാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് വിശ്വാസികൾ ചിന്തിച്ചാൽ, പ്രവാചകനാണെങ്കിൽ ആളുകളെ വിളംബരം ചെയ്യും, വിഷയങ്ങൾ അറിയിക്കും, എന്നിട്ട് നിസ്കാരത്തിന് വേണ്ടി എല്ലാവരെയും ക്ഷണിക്കും, അതുപോലെ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം നിർവഹിക്കും, എന്നിട്ട് അതിൻ്റേതായ രൂപങ്ങളും ശൈലികളും ഖുതുബയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇസ്ലാം പഠിപ്പിച്ച, പ്രമാണം പഠിപ്പിച്ച, പ്രവാചകൻ കാണിച്ചു തന്ന ശൈലിയാണ്. അതുപോലെ പ്രാർത്ഥിക്കും, റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി ജനങ്ങളോട് ആവശ്യപ്പെടും. ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ചര്യകളും ആചാരങ്ങളും പ്രവാചകൻ പഠിപ്പിക്കും. എന്നാൽ വേങ്ങര കോയപ്പാപ്പ പ്രവാചകനേക്കാൾ വലിയ ആളാണ്. വേങ്ങര കോയപ്പാപ്പക്ക് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇവരുടെ കറാമത്തും ഔലിയാക്കന്മാരുടെ സ്ഥാനവും മദതും ഒക്കെ നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമാണ്. ഇനി വേങ്ങര കോയപ്പാപ്പ എന്താ ചെയ്തത്? മഴ പെയ്യാൻ ചെയ്ത കാര്യം ഏറ്റവും നമുക്ക് കേട്ടാൽ നല്ലൊരു രസമായി ചിരിക്കാൻ കഴിയുന്ന ഒരു കറാമത്താണ്. ഏതായാലും അദ്ദേഹം പറയട്ടെ എന്താണ് ചെയ്തത് എന്നുള്ളത്. ഓ മഴ ഇല്ല അല്ലേ എന്നു പറഞ്ഞ് മഹാനവറുകൾ ഉടുതുണി പൊക്കി അങ്ങ് മൂത്രമൊഴിച്ചു. ഇനി നിങ്ങൾ പോയിക്കോളൂ, മഴ ഉടൻ ഉണ്ടാകും. ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ. മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് ഇവരുടെ സമസ്തക്കാരുടെ കോയപ്പാപ്പയുടെ കറാമത്ത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കുളിക്കാറില്ല എന്ന് മുമ്പൊക്കെ പറഞ്ഞു വെച്ചതുപോലെ അദ്ദേഹം മൂത്രമൊഴിക്കാറില്ലായിരുന്നു. പിന്നീട് ഇവർ വന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്നൊന്ന് മൂത്രമൊഴിച്ചു കൊടുത്തതായിരിക്കാം. ഏതായാലും ഇത്തരം കറാമത്തുകൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയുമ്പോൾ ഇത്ര ലജ്ജയില്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? ഈ കറാമത്തുകളാണോ ഇസ്ലാമിന് പ്രമാണം? ഒരു വ്യക്തിയെ വലിയാക്കുന്നത് ഇത്തരം കാര്യങ്ങളാണോ? ഒരു വ്യക്തിയെ വലിയാക്കുന്നത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് സമസ്തക്കാരോട് പറയാനുള്ളത്, ഇത്തരം മായാവി കഥകളും ഇത്തരം കള്ളക്കഥകളും കെട്ടുകഥകളും പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കരുത് എന്നതു മാത്രമാണ് ഉണർത്താനുള്ളത്. സമൂഹമേ, നിങ്ങൾ വഞ്ചിക്കപ്പെടുകയും ചെയ്യരുത് എന്നതും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും പ്രമാണബദ്ധമായി കാര്യങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.